നമ്മുടെ മലയാള നടന്മാരുടെ കോടികൾ വിലമതിക്കുന്ന വീടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലർക്കും ഈ പറഞ്ഞ വീടുകൾക്ക് പുറമെ പല ഫ്ലാറ്റുകളും മറ്റു ഗസ്റ്റ് ഹൗസുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് വരുന്നത് മമ്മൂട്ടി തന്നെയാണ്. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ മമ്മൂട്ടി താമസിക്കുന്നത്. ഒരുപാടധികം ആഡംബരങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഒരു വീട് എന്നത്. ഈ അടുത്ത കാലത്താണ് മമ്മൂട്ടി ഈ ഒരു വീട് ഹോം ടൂറിനായിട്ടും അതുപോലെ ആളുകൾക്ക് ഈ ഒരു വീടിനകത്ത് വന്ന് താമസിക്കുകയും ചെയ്യാമെന്നൊരാശയവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നിലവിൽ ഈ പറഞ്ഞ വീട്ടിൽ നമുക്ക് ഒരു ദിവസം താമസിക്കാനായിട്ടുള്ള വാടക റെന്റ് എന്ന് പറയുന്നത് 75,000 രൂപയോളമാണ്. രണ്ടാമതായിട്ട് വരുന്നത് മോഹൻലാലാണ്. കൊച്ചിയിലെ തേവരയിലുള്ള ഈ ഒരു വീട്ടിലാണ് ലാലേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവും നിലവിൽ താമസിക്കുന്നത്. 15 കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ചെടുത്ത ഒരുപാടധികം ആഡംബരങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഒരു വീടെന്നത്. ഇനി ഈ ഒരു വീട് കൂടാതെ ഇദ്ദേഹത്തിന് ഊട്ടിയിലും ചെന്നൈയിലുമൊക്കെ ഓരോ വീടുകളുണ്ട്. അവധിക്കാല സമയങ്ങളിലാണ് ഇദ്ദേഹം ഈ പറഞ്ഞ മറ്റു വീടുകളിലെല്ലാം പോകാറുള്ളത്. ഇനി ഇതും കൂടാതെ ദുബായിൽ ഇദ്ദേഹത്തിന് 2-3 വലിയ 2 BHK അപ്പാർട്ട്മെന്റുകളുണ്ട്. അതിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നത് ബുർജ് ഖലീഫയിലാണ്. മൂന്നാമതായിട്ട് വരുന്നത് പൃഥ്വിരാജാണ്. തിരുവനന്തപുരത്തെ ഈ ഒരു വീട്ടിലാണ് നിലവിൽ പൃഥ്വിരാജ് താമസിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് ഈ ഒരു വീട് കൂടാതെ 30 കോടി രൂപയോളം വില മതിക്കുന്ന 2 BHK അപ്പാർട്ട്മെന്റുകൾ മുംബൈയിലെ പാലി ഹില്ലിയിൽ ഇദ്ദേഹത്തിനുണ്ട്. 2,971 സ്ക്വയർ ഫീറ്റോട് കൂടിയതാണ് ഇത്തരത്തിൽ ഓരോ അപ്പാർട്ട്മെന്റുകളും എന്നത്. നാലാമതായിട്ട് വരുന്നത് ജോജു ജോർജ് ആണ്. തൃശൂർ ജില്ലയിലെ ഈ ഒരു വീട്ടിലാണ് നിലവിൽ ഇദ്ദേഹം താമസിക്കുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമൂടിലെ ഈ ഒരു വീട്ടിലാണ് സുരാജ് നിലവിൽ താമസിക്കുന്നത്. ആറാമതായിട്ട് വരുന്നത് ആസിഫ് അലിയാണ്. തൊടുപുഴയിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ ആസിഫ് അലിയും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്നത്. ഏഴാമതായിട്ട് വരുന്നത് ടൊവിനോ തോമസ് ആണ്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ ടൊവിനോ താമസിക്കുന്നത്. ഈ ഒരു വീട് കൂടാതെ ഇദ്ദേഹത്തിന് കൊച്ചിയിൽ 1-2 ഫ്ലാറ്റുകൾ കൂടിയുണ്ട്. എട്ടാമതായിട്ട് വരുന്നത് സലീം കുമാർ ആണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ സലീം കുമാർ താമസിക്കുന്നത്. ഒൻപതാമതായിട്ട് വരുന്നത് ഇന്ദ്രൻസ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കുമാരപുരത്തുള്ള ഈ ഒരു വീട്ടിലാണ് ഇന്ദ്രൻസ് താമസിക്കുന്നത്. പത്താമതായിട്ട് വരുന്നത് ഫഹദ് ഫാസിലാണ്. കൊച്ചിയിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ ഫഹദ് ഫാസിൽ താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് ഈ ഒരു വീട് കൂടാതെ കൊച്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് 2-3 വലിയ വലിയ അപ്പാർട്ട്മെന്റുകൾ കൂടിയുണ്ട്. 11ാമതായിട്ട് വരുന്നത് നിവിൻ പോളിയാണ്. ആലുവയിലുള്ള ആൽത്തറയിലെ ഈ ഒരു വീട്ടിലാണ് നിലവിൽ നിവിൻ പോളി താമസിക്കുന്നത്. 12ാമതായിട്ട് വരുന്നത് ധർമ്മജനാണ്. എറണാകുളം ജില്ലയിലെ വാരാപ്പുഴയിലുള്ള ഈ ഒരു വീട്ടിലാണ് ധർമ്മജൻ നിലവിൽ താമസിക്കുന്നത്. 13ാമതായിട്ട് വരുന്നത് ദിലീപാണ്. ആലുവയിലുള്ള ഈ ഒരു വീട്ടിലാണ് ദിലീപ് നിലവിൽ താമസിക്കുന്നത്. ഈ ഒരു വീട് കൂടാതെ കൊച്ചിയിൽ 2-3 വലിയ അപ്പാർട്ട്മെന്റുകളും ഇദ്ദേഹത്തിനുണ്ട്. 14ാമതായിട്ട് വരുന്നത് ജയസൂര്യയാണ്. ഇദ്ദേഹം നിലവിൽ താമസിക്കുന്നത് കടവന്ത്രയിലുള്ള ഈ ഒരു വീട്ടിലാണ്. 15ാമതായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബനാണ്. ആലപ്പുഴയിലുള്ള ഈ ഒരു വീട്ടിലാണ് നിലവിൽ ചാക്കോച്ചൻ താമസിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം നിങ്ങൾ കണ്ട വീടുകൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് ഗൂഗിളിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.